ഒരു കൊലപാതകം നടത്തി 3 പതിറ്റാണ്ടോളം നമ്മുടെ നിയമത്തെയും നിയമവ്യവസ്ഥയെയും കബളിപ്പിച്ച് മുങ്ങിയ ആളാണ് കന്യാകുമാരി സ്വദേശി രാജപ്പൻ. 1996 തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശി പ്രസാദിനെ മോഷണത്തിനിടെ ഇയാൾ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന രാജപ്പൻ 30 വർഷങ്ങൾക്ക് ശേഷം പോലീസിന്റെ പിടിയിലായി. പാറശാല പോലീസും ഷാഡോ പോലീസും ചേർന്ന് കന്യാകുമാരിയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ധനുവച്ചപുരത്ത് നടന്ന കോളിളക്കമുണ്ടാക്കിയ കൊലക്കേസിലാണ് ഒളിവിൽ കഴിഞ്ഞ പ്രതി 3 പതിറ്റാണ്ടാകുമ്പോൾ പിടിയിലായത്. കന്യാകുമാരി സ്വദേശി ദാസപ്പൻ എന്ന് വിളിക്കുന്ന രാജപ്പനെയാണ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തക്കലയ്ക്ക് സമീപത്തു നിന്നും ഷാഡോ പോലീസിന്റെ സഹായത്തോടെയാണ് പാറശാല പോലീസ് പ്രതിയെ പിടികൂടിയത്. ധനുവച്ചപുരത്തെ സമ്പന്ന കുടുംബാംഗമായിരുന്ന നീലകണ്ഠരുടെ മകൻ പ്രസാദിനെയാണ് പ്രതി കൊന്നത്. കുടുംബത്തിലെ ഒരു കല്യാണത്തിന് ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്തായിരുന്നു കൊലപാതകം. സ്വർണവും പണവും കവരാനെത്തിയ 7 സംഘത്തിലെ അംഗമായിരുന്നു പിടിയിലായ രാജപ്പൻ. മുഖംമൂടി സംഘം മോഷണം നടത്തുന്നതിനിടയിൽ ഏറെക്കാലം കുടുംബത്തിൽ പുറം ജോലികൾ നോക്കിയിരുന്ന രാജപ്പനെ കൊല്ലപ്പെട്ട പ്രസാദിന്റെ അച്ഛൻ തിരിച്ചറിഞ്ഞു. തുടർന്ന് ബഹളം കേട്ടെത്തിയ പ്രസാദിനെ രാജപ്പനും സംഘവും കയ്യിൽ കരുതിയിരുന്ന കമ്പി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിലെ മറ്റു പ്രതികളെ പിടികൂടിയിരുന്നെങ്കിലും രാജപ്പൻ മുങ്ങി നടക്കുകയായിരുന്നു. ദാസപ്പൻ എന്ന് വിളിക്കുന്ന രാജപ്പൻ 53 വയസ്സ്. ഇയാൾ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും വേഷം മാറി പേര് മാറി കൃഷിയും അതുപോലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലുമൊക്കെ ആയിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. വളരെ വിവാദമായിട്ടുള്ളൊരു കേസാണിത്. 7 പേര് രാത്രി വന്ന് ഒരു വീട്ടിൽ കയറി മോഷണം നടത്തുന്നതിനിടയിൽ അവിടുത്തെ മുതിർന്ന ഒരാളെ ഉപദ്രവിക്കുകയും അത് തടയാൻ ചെന്ന അയാളുടെ മകന് 22 വയസ്സുള്ള പ്രസാദ് എന്ന ആളെ പാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ, പ്രധാനപ്പെട്ട പ്രതിയാണ് ഇയാൾ. പേര് മാറിയും വാടക വീടുകൾ മാറിയും ഇയാൾ താമസിച്ചിരുന്നത് പോലീസിനെ വെട്ടിലാക്കിയിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴയിലെ റബ്ബർ തോട്ടത്തിൽ തൊഴിലാളിയായി കഴിഞ്ഞിരുന്നു. പോലീസ് പിന്തുടരുന്നു എന്ന വിവരം മണത്തറിഞ്ഞ് വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ ചേക്കേറി. കൃഷിപ്പാടങ്ങൾ പാട്ടത്തിനെടുത്തും കൃഷിയിടങ്ങളിൽ ജോലി നോക്കിയുമാണ് പ്രതി കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.